നോക്കൂ, ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ, ആ പ്രൊജക്ടിന്റെ ഡയറക്ടർ ആരാണ്? നിഖർ ഷാജിയാണ്. ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ 4 ഇരട്ടി വരും. ഇതും ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഷോൾഡറിന്റെ എല്ല് പൊട്ടിയാൽ എക്സ്റേ എടുക്കണം. നേരത്തെ പറഞ്ഞത് സ്യൂട്ട് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ വ്യതിയാനമൊന്നും ഇല്ലാണ്ട് അളക്കാണ്ട് നല്ല സെറ്റപ്പായി നിൽക്കുക. അതുപോലെ തന്നെ വില, കൊറോണ സമയത്ത് വിലയില്ല, സ്യൂട്ട് ഇട്ട് ഫോട്ടോ എടുക്കുക. ഷോൾഡറിന്റെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സ്റേ എടുക്കണം. പെക്സിന്റെ ഉള്ളിൽ എന്തുണ്ട്? സ്റ്റെപ്പ് ഉണ്ട്. ഉണ്ടോ? സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. നമ്മൾ കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 100 ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകൾ, അതിന്റെ എല്ലാം PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലുമായി നിങ്ങൾക്ക് നൽകും. അപ്പൊ ഈ 100 ക്ലാസ്സുകൾ ഒരു പുതിയ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ പോയിട്ട് നോക്കുക. ഈ വരുന്ന LDC 2024 തിരുവനന്തപുരം ജില്ലയിലെ ആദ്യഘട്ട എക്സാമിന് മുമ്പായിട്ട് നമ്മൾ ഈ 100 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ മന്ത്ലി വൈസ് ക്ലാസ്സുകൾ. 2023ലെയും 24ലെയും മുഴുവൻ വസ്തുതകളും നമ്മൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 22ലെയും 21ലെയും പ്രസക്തമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് യൂട്യൂബ് ചാനലിലൂടെ അതിന്റെ PDF ടെലഗ്രാം ചാനലിലൂടെയും കിട്ടും. ടെലഗ്രാമിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നോക്കൂ, നമ്മളെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ആദ്യം പഠിച്ചത് 2023ലെ പാർട്ട് 1 ആയിരുന്നു, മന്ത്ലി വൈസ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന 2024ലെ പാർട്ട് 1. നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ 23ഉം 24ഉം ഒരുമിച്ച് പഠിക്കുകയാണ്. നിങ്ങൾ ഓർഡറിലാക്കി തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണേ. കൂട്ടുകാരെ, വൈക്കം മുഹമ്മദ് ബഷീർ ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആദ്യത്തെ പോയിന്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കണം, എല്ലാവരും പഠിക്കുക. ഈ സന്തോഷ് കുമാറാണ്. ഈ സന്തോഷ് കുമാറിന്റെ കൃതി ഒന്ന് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നാരകങ്ങളുടെ ഉപമ. എന്താണ്? നരകമല്ല, നാരകങ്ങളുടെ ഉപമ. അല്ലെ, നമുക്ക് നാരകം, ആ ഒരു മരത്തിന്റെ അടിയിലോട്ടുള്ള ആ ഒരു പിക്ചറൊക്കെ രസകരമായിട്ട് മനസ്സിലേക്ക് കയറ്റുക. അതുകൊണ്ടാണ് പുസ്തകമൊക്കെ കാണിച്ചിരുന്നത്. നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? ഈ സന്തോഷ് കുമാർ. അല്ലെ, ബഷീറിന്റെ കൃതികൾ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടാറുണ്ടെന്ന് ആലോചിക്കുക. 16ാമത് ബഷീർ പുരസ്കാരം. ശ്രദ്ധിക്കും മക്കളെ, ബഷീറിന്റെ പേരിൽ മറ്റ് ചില പുരസ്കാരങ്ങളുണ്ട്. ബാല്യകാല സഖി പുരസ്കാരം, അതുപോലെ തന്നെ അങ്ങനെ ചില പുരസ്കാരങ്ങളൊക്കെ വേറെയുണ്ട്. അപ്പൊ തെറ്റിക്കണ്ട, ബഷീറിന്റെ പേരിലുള്ള 16ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് ഈ സന്തോഷ് കുമാറിനാണ്. അദ്ദേഹത്തിന്റെ കൃതി നാരകങ്ങളുടെ ഉപമ. 16ാമത് ബഷീർ പുരസ്കാരം സന്തോഷ് കുമാർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലാതെയൊക്കെ ചോദിക്കാം. 15ാമത് ബഷീർ പുരസ്കാരം എന്ന് വെച്ചാൽ മുൻ വർഷത്തിൽ കിട്ടിയത് ആർക്കാണ്? നമ്മുടെ M മുകുന്ദനാണ്. പ്രിയപ്പെട്ട എഴുത്തുകാരൻ M മുകുന്ദൻ. അദ്ദേഹത്തിന്റെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. 2024ലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം. ഒരുപാട് ടൂർണമെന്റുകൾ ഉണ്ട്. വ്യത്യസ്തമായ പേരുകളിലാവുമ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. സാഫ് കപ്പ്, ഏഷ്യൻ കപ്പ്, അങ്ങനെ പല രൂപത്തിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് ടൂർണമെന്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നോക്കൂ, സൂപ്പർ കപ്പ് എന്നൊരു പേര് ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ് 2024 സൂപ്പർ കപ്പ്. അതിന്റെ പേരിപ്പം കലിംഗ സൂപ്പർ കപ്പ് എന്നാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. കലിംഗ എന്നുള്ള പേര് വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടാൻ സാധ്യതയുണ്ട്. അത് എവിടെ വെച്ചിട്ടാണ്? ഒഡീഷയിൽ വെച്ചിട്ടാണ് നടന്നത്. കലിംഗ. അല്ലെ, കലിംഗ എന്ന വാക്ക് വന്നുകൊണ്ട് നമുക്ക് കിട്ടും. അപ്പൊ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കണം. 2024 സൂപ്പർ കപ്പ് അഥവാ കലിംഗ സൂപ്പർ കപ്പ് എവിടെ വെച്ച് നടന്നു? ഒഡീഷയിൽ വെച്ച് നടന്നു. ആർക്കാണ് ഈ കലിംഗ സൂപ്പർ കപ്പ് കിട്ടിയത്? നോക്കൂ, ചാമ്പ്യന്മാർ എന്ന് പറഞ്ഞ് ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അല്ലെ, ഈസ്റ്റ് ബംഗാൾ FC. എല്ലാവരും പഠിച്ചു വെക്കണം. പേരെന്താണ്? ഈസ്റ്റ് ബംഗാൾ FC. 2024ലെ സൂപ്പർ കപ്പ്, കലിംഗ സൂപ്പർ കപ്പ് കിട്ടിയത് ഈസ്റ്റ് ബംഗാൾ FC. ഈസ്റ്റ് ബംഗാൾ FC. നോക്കൂ, സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? കിടിലൻ ചോദ്യമാണ് മക്കളെ, പഠിച്ചോളണം. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ആയിട്ട് ഗ്രാമസഭ. അപ്പൊ ഒരുപാട് മലമ്പ്രദേശമുള്ള ഒരു ഏരിയ നമുക്ക് പഠിച്ചു വെക്കാൻ പറയാണ്. ഇത് ട്രിവാൻഡ്രത്താണ് ഈ ഒരു സ്ഥലം. മലയൻകീഴ്. മലയുടെ കീഴിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് ഇപ്പം ഉരുള് പൊട്ടുക അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരിക അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുക. അല്ലെ, പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉരുള് പൊട്ടിയിട്ട് വെള്ളപ്പൊക്കം. അതുകൊണ്ട് ഇവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നോളൂ, നമുക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാം? ഗ്രാമസഭ കൂടാമെന്ന്. അപ്പൊ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു വെക്കുക. മലയൻകീഴ്, മലയുടെ കീഴെ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ്. ഓക്കെ, അപ്പൊ നോക്കൂ, കലിംഗ സൂപ്പർ കപ്പ് അടിച്ചത് ആരാണ്? ഈസ്റ്റ് ബംഗാൾ FC. എവിടെ വെച്ച് നടന്നു? ഒഡീഷയിൽ വെച്ച് നടന്നു. സെറ്റാണ്. 16ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് ഈ സന്തോഷ് കുമാറിനാണ്. 15ാമത് M മുകുന്ദനാണ്. ക്ലിയർ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം ഏതാണ്? നമ്മൾ ചന്ദ്രയാൻ 1, 2, 3 ഒക്കെ കൃത്യമായിട്ട് പഠിക്കും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഇവിടെ ചന്ദ്രനെ കുറിച്ച് ജപ്പാൻ പഠിക്കാൻ വേണ്ടി ഒരു ദൗത്യത്തെ അയച്ചിരുന്നു.
ഇപ്പൊ ജപ്പാൻ ആയതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ദൗത്യം അല്ലെ, വളരെ സ്ലിം. പഠിക്കാൻ വേണ്ടി ആലോചിക്കുക, ജപ്പാൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലേക്ക് വിട്ടത് സ്ലിം ആണ്. സ്ലിം എന്ന് പറയുമ്പോൾ നോക്കൂ, അതിന്റെ പൂർണ്ണ രൂപം പഠിച്ചു വെക്കണേ. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. അപ്പൊ ജപ്പാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ജപ്പാനി കുഹു കുഹു എന്നൊക്കെ പറയണ്ട, ഇനി ജപ്പാൻ സ്ലിം അല്ലെ. അവിടെയുള്ള ജപ്പാൻകാര് ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അയച്ചപ്പോൾ സ്ലിം ആണ്. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ക്ലാസ്സിലെ പ്രസക്തമായ ഭാഗം, അല്ലെങ്കിൽ വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ നിങ്ങളോട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആദിത്യ L1. നമ്മൾ അതിനെ കുറിച്ചാണ് പഠിക്കുന്നത്, വിശദമായിട്ട് പഠിക്കും. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണേ. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1, ആ ആദിത്യ L1 ഒന്നാം ലഗ്രാഞ്ച്. എന്താണ് ഒന്നാം ലഗ്രാഞ്ച് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആ L1 എന്ന് പറയുന്ന ഒരു പൊസിഷൻ, ഒരു ബിന്ദു ഉണ്ട്. ആ ബിന്ദുവിലേക്ക് എത്തിച്ചേർന്നു, അല്ലെങ്കിൽ അതിന്റെ ഭ്രമണ പഥത്തിലേക്ക് എത്തിച്ചേർന്നു, പ്രവേശിച്ചു എന്നാണത്. അപ്പൊ ആദിത്യ L1 എന്താണെന്ന് പഠിക്കണം, അതെന്നാണ് ഇവിടുന്ന് വിക്ഷേപിച്ചെന്ന് പഠിക്കണം. ആ ആദിത്യ L1 എപ്പോഴാണ് അതിന്റെ ലക്ഷ്യസ്ഥാനമായ ഒന്നാം ലഗ്രാഞ്ച് അഥവാ L1 എന്ന് പറയുന്ന ബിന്ദുവിന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ ഉത്തരം 2024 ജനുവരി മാസം 6-ാം തീയതി. എല്ലാവരും പഠിക്കുക, ഈ ഡേറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂട്ടുകാരെ പഠിച്ചോളൂ. 2024 ജനുവരി 6. 2024 ജനുവരി 6. ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു ഡേറ്റ്, എന്നാണ് ആദിത്യ L1 വിക്ഷേപിച്ചതെന്നാണ്. നോക്കൂ, 2023 കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം 2-ാം തീയതി. 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് അല്ലെ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നും ആദിത്യ L1 2023 സെപ്റ്റംബർ 2-ാം തീയതിയാണ് വിക്ഷേപിച്ചത്. ആ വിക്ഷേപണ വാഹനം ആദിത്യ L1 അതിന്റെ ലക്ഷ്യസ്ഥാനമായ L1 എന്ന് പറയുന്ന പോയിന്റിലേക്ക്, അതിന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചത് 2024 ജനുവരി 6-നാണ്. ഈ രണ്ട് ഡേറ്റുകൾ ഓർത്തോ. സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ആദ്യത്തെ ദൗത്യമാണ് ആദിത്യ L1. ആ ആദിത്യ L1 ആകെ നമുക്കാകുന്ന ചെലവ് ഏകദേശം റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 400 കോടിയാണ്. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കൂ, 378. ശ്രദ്ധിക്കണേ, 378.53 കോടി. 378.53 കോടി എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. റൗണ്ട് ചെയ്തിട്ട് ചിലപ്പം PSC പരീക്ഷയിൽ 400 കോടി എന്നോ അല്ലെങ്കിൽ 380 കോടി എന്നൊക്കെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചു വെക്കണം. വിക്ഷേപിച്ച ഡേറ്റ് അപ്പൊ നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ മാസം 2-ാം തീയതി എന്നാണ്. സെപ്റ്റംബർ മാസം 2-ാം തീയതി. വിക്ഷേപണ വാഹനം പറഞ്ഞില്ല, PSLV C-57 ആണ്. PSLV C-57 ആണ് വിക്ഷേപണ വാഹനം. 5 വർഷം 2 മാസം എടുത്തിട്ടാണ് ഈ പറയുന്ന ആദിത്യ അതിന്റെ ദൗത്യം പൂർത്തീകരിക്കുക. അപ്പൊ ഈ ദൗത്യത്തിന്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ നിന്ന് വിക്ഷേപിച്ചിട്ട് ആ ഒരു പോയിന്റ് ലക്ഷ്യത്തിൽ എത്തുന്ന കാലാവധി അല്ല പറയുന്നത്. ഈ ഒരു മിഷൻ, ഈ ഒരു പ്രോജക്റ്റിന്റെ ആകെ കാലാവധി 5 വർഷവും 2 മാസവുമാണെന്ന് ഓർത്തു വെക്കുക. ഈ ഒരു മിഷൻ ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടറും മിഷൻ ഡയറക്ടറും നിങ്ങൾ ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാണുന്ന മനുഷ്യനാണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ. ഇതിന്റെ മിഷൻ ഡയറക്ടറിന്റെ പേരാണ് SR ബിജു. ബിജു പഠിച്ചു വെക്കുക. ബിജു എന്ന് പറയുന്നാൽ നമുക്കൊരു മലയാളി ഫീല് വരും അല്ലെ. ആ ഫീല് വന്നോട്ടെ, അദ്ദേഹം മലയാളിയാണ്. അപ്പൊ SR ബിജു, ഈ കാണുന്ന ബിജുവേട്ടനാണ് ആദിത്യ, ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യ ഗവേഷണ ദൗത്യമായ ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടർ. ആ മിഷന്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കുക, നമ്മുടെ മലയാളിയായ SR ബിജുവാണ്. എന്നാൽ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടുകാരി എന്നാണ് ഞാൻ പറഞ്ഞത്, കാരണം ഇവരൊരു സ്ത്രീയാണ്. ഒരു പക്ഷേ നിഗർ ഷാജി എന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഷാജിയും ബിജുവും പഠിച്ചു പോയിട്ട് അതൊരു പുരുഷനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ആദിത്യയുടെ അമരക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പിക്ചർ കാണാം. ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടറിന്റെ പേര് കൃത്യമായിട്ട് പഠിക്കുക. കാരണം നമുക്ക് ഒരുപാട് പ്രൊജക്ട് ഡയറക്ടർമാരും മിഷൻ ഡയറക്ടർമാരും മാറിപ്പോകും അല്ലെ. ഋതു കരുതാല് പഠിക്കാനില്ലേ, VR ലളിതാംബിക പഠിക്കാനില്ലേ, ടെസി തോമസ് പഠിക്കാനില്ലേ. ഇത്തരം പേരുകളൊക്കെ വരുമ്പം നിങ്ങളോട് മാറിപ്പോവാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ചാവുമ്പോൾ കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ബിജു മിഷൻ ഡയറക്ടർ മലയാളിയാണെങ്കിൽ നിഖർ ഷാജി പ്രൊജക്ട് ഡയറക്ടർ, ഷാജിയും ബിജുവും
അല്ലേ? നമ്മുടെ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഒരു നാട്ടുംപുറത്തൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, എന്റെ പ്രദേശങ്ങളിലുണ്ട് നമ്മുടെ സുഹൃത്തു വലയത്തിൽപ്പെട്ട ആളുകളിലെ ഷാജിയും ബിജു ഒക്കെ, ചേട്ടനും അനിയന്മാരൊക്കെ ആയിട്ട് വീടും ചുറ്റുപാടൊക്കെ ഉണ്ടാവും. അപ്പൊ ബിജുവും ഷാജിയും, അങ്ങനെ പൊതുവെ അനിയൻ ചേട്ടന്മാർക്ക് പേരൊക്കെ ഷാജിയും ബിജു, ഒരു വീട്ടിലാണ് നിലയ്ക്കുക. അപ്പൊ ഷാജി പ്രൊജക്ട് ആണ്, ബിജു എന്താണ് മിഷൻ ആണെന്ന് പഠിച്ചു വെക്കുക. ബിജു മലയാളിയാണ്, കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ നോക്കൂ, ചീഫ് സയന്റിസ്റ്റിന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്, കെ ശങ്കര സുബ്രഹ്മണ്യം. ചോദിക്കാൻ സാധ്യതയുള്ള ഈ ഒരു പ്രോജക്റ്റിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കെ ശങ്കര സുബ്രഹ്മണ്യം. കെ ശങ്കര സുബ്രഹ്മണ്യം പഠിച്ചു വെക്കുക. ഈ ആദിത്യ L1ന്റെ പ്രധാനപ്പെട്ട ചീഫ് സയന്റിസ്റ്റ് ആയിരുന്നു ആര്? കെ ശങ്കര സുബ്രഹ്മണ്യം. കെ ശങ്കര സുബ്രഹ്മണ്യം. ആദിത്യ L1നെ കുറിച്ച് പറയുമ്പോൾ കൂട്ടുകാരെ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഇവിടെ ഒരു പിക്ചർ കാണാം നിങ്ങൾക്ക്, അല്ലെ? കുറച്ചുകൂടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടിയാണ്. സൂര്യനെ കാണാം, ഭൂമി ഇതാ ഇവിടെ കാണാം. ഈ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ആ ഒരു ദൂരം കണ്ട നിങ്ങൾ, ഇങ്ങനെ ഒരു ഏരോ മാർക്ക് നേരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പച്ചക്കള്ളിൽ ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു ദൂരത്തിൽ ഇതാ ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഞാൻ സ്ക്രീനിൽ വരയ്ക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ അവിടേക്ക് ഒരു പേടകത്തെ അയക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നിട്ടും നമ്മൾ സൂര്യനെ പഠിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, സ്വാഭാവികമായിട്ട് സൂര്യനിലേക്കൊന്നും പോയിട്ട് സൂര്യനെ കുറിച്ച് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും സൂര്യന്റെ നേരെ 15 ലക്ഷം കിലോമീറ്റർ. അപ്പൊ ഈ L1 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്? 15 ലക്ഷം കിലോമീറ്റർ. കൃത്യമായിട്ട് പഠിക്കണം. 15 കോടിയല്ല, 15 ലക്ഷം ലക്ഷം ലക്ഷം. അതാണ് ഈ ഒന്നാം ലഗ്രാഞ്ച് അഥവാ L1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ആ പോയിന്റിലേക്ക് എത്തുന്ന മുമ്പായിട്ട് നിങ്ങൾക്ക് ആ പോയിന്റിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ അറിയണമല്ലോ. നോക്കൂ, ഭൂമി അതല്ലെങ്കിൽ മറ്റുള്ള ചില ഗ്രഹങ്ങൾ, ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും ചുറ്റിക്കൊണ്ടിരിക്കാനുള്ള സൂര്യൻ, അല്ലെ? സൗരയുധം എന്ന് പറയും. അപ്പൊ ഈ മറ്റ് ഗ്രഹങ്ങളും ഭൂമിയും ഒക്കെ തന്നെ തടസ്സമില്ലാതെ, അല്ലെങ്കിൽ ഈ മറ്റ് ഗ്രഹങ്ങളും ഭൂമിയും അതിന്റെ നേലൊക്കെ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. നമ്മൾ സൂര്യനിലേക്കുള്ള ആ ഒരു നിരീക്ഷണം നടത്തുന്ന സമയത്ത് ഈ പറയുന്ന മറ്റ് ഗ്രഹങ്ങളുടെ നേല് അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ നമ്മുടെ ഭൂമി തന്നെ പല കാരണങ്ങളാൽ സൂര്യനിലേക്ക് കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആ ഒരു മാർഗത്തെ തടയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ മുഴുവൻ സമയവും സൂര്യനെ നിരീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റുകളെയാണ് നമ്മൾ L1 എന്ന് പറയുക. അപ്പൊ പോയിന്റുകളെ എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ലഗ്രാഞ്ച് എന്ന് പറയുന്ന ഏരിയയിൽ ആ ഒരു പോയിന്റിനകത്ത് 5 പ്രധാനപ്പെട്ട ഏരിയകളുണ്ട്, 5 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. L1, L2, L3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ 5 പോയിന്റുകൾ L1 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഭൂമിയോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ മുഴുവൻ സമയവും സൂര്യനെ നിരീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റ് ആണ് ലഗ്രാഞ്ച് പോയിന്റ്. ആ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്ന ലഗ്രാഞ്ച് പോയിന്റ് 5 ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് L1 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് നമ്മൾ ആദിത്യ അയച്ചത്. അതുകൊണ്ടാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഭൂമിയിൽ നിന്നും ഇത്രയും ദൂരം 15 ലക്ഷം കിലോമീറ്റർ ആണ്, 15 ലക്ഷം കിലോമീറ്റർ ദൂരേക്ക് അയക്കണമെങ്കിൽ നമ്മൾ ഏത് മാർഗം ഉപയോഗിച്ചാണ് അത് അവിടെ എത്തിച്ചത് എന്ന് ചിലപ്പം PSC ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടേം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ. നോക്കൂ, ഓൺ ബോർഡ് നമ്മൾ പറയാറില്ലേ, ഓൺ ബോർഡ് ചെയ്യാന്നൊക്കെ പറയും പൊതുവെ ഇംഗ്ലീഷിൽ. അപ്പോ അവിടേക്ക് എത്തിക്കുക, നിയമിക്കുക എന്നൊക്കെ പറയല്ലേ. അപ്പൊ ആ ഓൺ ബോർഡ് എന്നുള്ള വാക്ക് നമുക്ക് പിടിച്ചുകൂടെ? ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തേക്ക് ഈ പേടകത്തെ ആദിത്യയെ എത്തിച്ചത്. അപ്പൊ ആദിത്യ L1 ഏത് മാർഗം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ L1 എത്തിയത്? ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന് പഠിച്ചു വെക്കുക. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന L1 പോയിന്റ് എന്നുള്ളത് നമ്മളിപ്പം പറഞ്ഞു. അവിടെ ഒരു ഹാലോ ഭ്രമണ പഥത്തിൽ പേടകത്തെ എത്തിക്കുക. എന്താണ് ഈ ഹാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് അതിന്റെ പിക്ചറൊക്കെ കാണാം. ഈ കാണുന്ന ഭൂമിയിൽ നിന്നും അല്ലെ, അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് മെല്ലെ 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 മൂപ്പർ ഇങ്ങനെ പോവാണ്. പോയി എവിടെ എത്തുന്നു? ഇതാ 15 ലക്ഷം കിലോമീറ്റർ അപ്പുറം എത്തുന്ന സമയത്ത് L1 ഇവിടെ ഇങ്ങനെ എത്തുകയാണ്. അപ്പൊ ഇവിടെ ഒരു ഹാലോ കണ്ടോ, ഹാലോ ഓർബിറ്റ് കണ്ട നിങ്ങൾ, ആ ഒരു ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. ആ ഒരു ഓർബിറ്റ് ഭ്രമണപഥത്തിൽ കിടന്നിട്ട് L1 കിടന്നിട്ട് മൂപ്പർ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അവിടുന്ന് എന്ത് വെക്കുകയാണ്? ഈ സൂര്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. അപ്പൊ ആദിത്യ L1 ഈ കാണുന്ന ഭൂമിയിൽ നിന്നും അയച്ചു. സെപ്റ്റംബർ മാസം 2023 2-ാം തീയതിയാണ് അയച്ചത്. 2024 ജനുവരി 6-ാം തീയതി ഈ പറയുന്ന L1 എന്ന് പറയുന്ന പോയിന്റിനകത്തേക്ക് എത്തുകയാണ്. ലഗ്രാഞ്ച് പോയിന്റ് അല്ലെ. L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 പോയിന്റുകളിൽ L1 അതിലൊരു പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അത് ചിലപ്പോൾ നിങ്ങളോട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. എന്താണത്? ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ആകെ ദൂരത്തിന്റെ 1% മാത്രമാണ് ഈ 15 ലക്ഷം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് ഓർത്തു വെക്കണം. നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, 15 കോടി
കിലോമീറ്റർ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ആ 15 കോടി എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് 15 ലക്ഷം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് വെച്ചാൽ മതി, അത് 1%. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് 15 കോടിയും 15 ലക്ഷവും മാറിപ്പോകരുത്. അപ്പൊ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ ഏകദേശം 1% മാത്രമാണ് നമ്മൾ ആദിത്യ L1 അയച്ചിട്ടുള്ളത്. ബാക്കി 99% അല്ലെ ദൂരം ബാക്കിയാണ് സൂര്യനിലേക്ക്. ആ 1% എത്തി നിൽക്കുകയാണ് നമ്മൾ. ആലോചിച്ച് നോക്കുക. ഈ 1% അഥവാ 15 ലക്ഷം കിലോമീറ്റർ എന്ന് പറയുന്ന മക്കളെ ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ 4 ഇരട്ടി വരും. ഇതും ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ആദിത്യ L1 ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ ഏതാണ്ട് 4 ഇരട്ടി ദൂരത്തിലാണ് ആ പേടകം എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ. ഓക്കെ, അങ്ങനെ അവിടെ ഒരു പ്രത്യേക ഭ്രമണപഥത്തിൽ സൂര്യനെ കൃത്യമായിട്ട് ഇങ്ങനെ കറങ്ങി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രോജക്റ്റ് 5 വർഷവും 2 മാസവുമാണ് അതിന്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അതിനെ കുറച്ചുകൂടി നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് PDF-നകത്ത് നമ്മുടെ ടെലഗ്രാം ചാനൽ കൊടുക്കും. ടെലഗ്രാമിന്റെ ലിങ്ക് ഒക്കെ സ്ട്രൈക്കർ കോച്ചിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ, അഥവാ കിട്ടിയില്ലെങ്കിൽ ടെലഗ്രാമിൽ. അപ്പൊ അവിടെ ഇതിന്റെ ഒരു ഡേറ്റുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡേറ്റും നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നത് നിർബന്ധമായിട്ട് പഠിക്കണം. ശ്രീഹരിക്കോട്ടിൽ നിന്ന് വിക്ഷേപിച്ചു. സെപ്റ്റംബർ 5-ാം തീയതി 2ാം ഭ്രമണപഥത്തിൽ അത് എത്തുകയാണ്. സെപ്റ്റംബർ 10-ാം തീയതി 3ാം ഭ്രമണപഥത്തിൽ എത്തുകയാണ്. അപ്പൊ 5 കൂട്ടുക. സെപ്റ്റംബർ 15-ാം തീയതി 4ാം ഭ്രമണപഥത്തിൽ എത്തുകയാണ്. ആദിത്യ L1 കാര്യം പറയുന്നത് സെപ്റ്റംബർ 5, സെപ്റ്റംബർ 10, സെപ്റ്റംബർ 15. 2ാം തീയതി വിക്ഷേപിച്ചു എന്ന് പറഞ്ഞല്ലോ. 5, 10, 15 5 ഗ്യാപ്പ്. 1ാം ഘട്ടം കഴിഞ്ഞിട്ടാണ് 2ാം ഘട്ടം. അപ്പൊ സെപ്റ്റംബർ 5 2ാം ഘട്ടം, സെപ്റ്റംബർ 10 3ാം ഘട്ടം, സെപ്റ്റംബർ 15 4ാം ഘട്ടം, അല്ലെങ്കിൽ 4ാം ഭ്രമണ പദം ഉയർത്തി എന്നാലോചിക്കുക. സെപ്റ്റംബർ 19 ഇതാ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? 2023 സെപ്റ്റംബർ 19 ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണത്തിൽ നിന്നും മാറി പുതിയ ഭ്രമണപഥത്തിലേക്ക് എത്തിയത് 2023 സെപ്റ്റംബർ 19-നാണ്. 2023 സെപ്റ്റംബർ 19 ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്നും മാറി പുതിയ ഭ്രമണപഥത്തിലേക്ക് എത്തുകയാണ്. അപ്പോ ഈ പറയുന്ന L1 എന്ന ബിന്ദു 15 ലക്ഷം കിലോമീറ്റർ ദൂരെയുള്ള ആ ഒരു L1 ബിന്ദുവിലേക്ക് ഭ്രമണപഥത്തിലേക്ക് നമ്മൾ എത്തിയത് 2024 ജനുവരി 6-നാണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണേ. ഇവിടെ നോക്കൂ, ആദിത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ചില വസ്തുക്കളിവിടെ കാണാം. എന്തൊക്കെയാണ് ആദിത്യ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങൾ? അപ്പൊ ഓരോരോ ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ ഈ പേടകത്തിനകത്ത് അയച്ചിട്ടുള്ള പേലോഡുകളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് ആദിത്യ എന്ന് പറഞ്ഞ ആ ഒരു ദൗത്യം, അത് സൂര്യന്റെ കൊറോണയെ കുറിച്ച് നിങ്ങൾക്കറിയാം. സൂര്യന്റെ ആ ഒരു ബാഹ്യ വലയം കൊറോണയെ കുറിച്ചുള്ള പഠനം, അതുപോലെ തന്നെ സൗരവാതങ്ങളെ കുറിച്ച്, പ്ലാസ്മ പ്രവാഹത്തെ കുറിച്ച്, കൊറോണൽ മാസ് ഇജക്ഷനെ കുറിച്ച്, സൂര്യന്റെ കാന്തിക ക്ഷേത്രത്തെ കുറിച്ച്, സൗര പ്രതിഭാസങ്ങൾ, അതുപോലെ തന്നെ സൗരയൂഥത്തിൽ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ തുടങ്ങിയവയെല്ലാം പഠിക്കലാണ് പ്രധാനമായിട്ടും ആദിത്യയുടെ ലക്ഷ്യം. സൂക്ഷ്മമായിട്ട് പഠിക്കുക. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ, ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പീഡിൽ പറഞ്ഞെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെക്കുക. സൗരവാദങ്ങളെ കുറിച്ച് പഠിക്കുക, പ്ലാസ്മ പ്രവാഹത്തെ കുറിച്ച് പഠിക്കുക, കൊറോണൽ മാസ് ഇജക്ഷനെ കുറിച്ച് മനസ്സിലാക്കുക, സൂര്യന്റെ കാന്തിക ക്ഷേത്രത്തെ കുറിച്ച് പഠിക്കുക, സൗര പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ആദിത്യയുമായി ബന്ധപ്പെട്ട് പഠിക്കണം. ഇത് ഞാൻ എങ്ങനെ പഠിക്കണം എന്നാൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നോക്കൂ, ഈ ആദിത്യ L1 എന്ന് പറയുന്ന നമ്മുടെ ദൗത്യത്തിനകത്ത് 7 പേലോഡുകൾ ഉണ്ട്. ചോദിക്കും, ഈ അടുത്ത് പേലോഡുകളെ കുറിച്ച് വിശദമായിട്ട് തന്നെ PSC ഒട്ടുമിക്ക പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്, 10th ലെവൽ പരീക്ഷകളിൽ. അപ്പൊ ആദിത്യ L1-ലെ 7 പേലോഡുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മക്കൾ കൃത്യമായിട്ട് പഠിക്കണം. ഒന്നാമത്തെ ഞാൻ പറയാം, കോഡാക്കി പഠിക്കാം, രസകരമായിട്ട് നോക്കൂ. VELC, വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ്. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് സൂര്യന്റെ ബാഹ്യ വലയമായ കൊറോണയെ കുറിച്ച് പഠിക്കുന്നു. അവിടെ കൊറോണ ഗ്രാഫ് എന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൊറോണയെ കുറിച്ച് പഠിക്കാനാണല്ലോ. ഇപ്പൊ പേലോഡ്, ഒന്നാമത്തെ ഒരു പേലോഡ് VELC അല്ലെ. ഇപ്പോ കൊറോണ സമയം, നമ്മളെ നാട്ടിനകത്ത് ഒരു കൊറോണ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം, കോവിഡ് അല്ലെ. ആ ഒരു കൊറോണ സമയത്ത് നമുക്ക് ഒരു വിലയില്ലായിരുന്നു. ആലോചിക്കുക, ഒരു വിലയും ഇല്ലായിരുന്നു. വില ഇല്ലായിരുന്നു. കൊറോണ സമയത്ത് നമുക്ക് ഒരു വിലയില്ലായിരുന്നു. കാരണം നമ്മളെ ജീവിതം ദുരന്തമായിരുന്നു, അല്ലെങ്കിൽ ദുരിതമായിരുന്നു വേണമെങ്കിൽ പറയാം അല്ലെ. ഒരു വിലയില്ലായിരുന്നു. പഠിക്കാൻ വേണ്ടി പറയാണേ. അപ്പൊ വിസിബിൾ അല്ലെ, ആ സമയത്ത് വിസിബിൾ അല്ല സത്യത്തില്. അങ്ങനെ ആലോചിച്ച് നോക്കുക. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് വില VELC കൊറോണയെ കുറിച്ച് പറയുമ്പം ആലോചിക്കുക, സൂര്യന്റെ ബാഹ്യ വലയമായ കൊറോണയെ കുറിച്ച് പഠിക്കാൻ ഒരു വിലയില്ല. കൊറോണയ്ക്ക് വില ഉണ്ടെന്നാണ്, പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടി വില ഇല്ലാന്നോ അല്ലെങ്കിൽ വില കൂടുതലാണെന്നോ ഒക്കെ ആലോചിച്ച് വെക്കുക. കൊറോണ സമയത്തിലെ കൊറോണ സമയം വില ആലോചിക്കുക. സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് നോക്കൂ, രണ്ടാമത്തത് സ്യൂട്ട് ആണ്. ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ സ്യൂട്ട്, SUIT, സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് ആണ്. ആ വാക്ക് തന്നെ ഉണ്ടല്ലോ, സോളാർ അൾട്രാ വയലറ്റ് എന്നൊക്കെ കേട്ടാൽ സ്യൂട്ട്. സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക, പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. സൗര വികിരണങ്ങളെ കുറിച്ച് പഠിക്കുക.
അതുപോലെ തന്നെ വ്യതിയാനങ്ങൾ അളക്കുക. അപ്പൊ സൂര്യന്റെ വ്യതിയാനം അളക്കാനും ഫോട്ടോ എടുക്കാനും. അപ്പൊ നോക്കൂ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം അളക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് കൊണ്ടുപോകാറുണ്ട് അല്ലെ? ഈ പറയുന്ന പല ഉപകരണങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്യാമറ പോലത്തെ എക്യുപ്മെന്റ്സ് വേണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു സ്യൂട്ട്, ആ ഒരു സ്യൂട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതൊക്കെ ഇട്ട് കൊണ്ടുപോവുക. അപ്പൊ ഒരു സ്യൂട്ട് ആലോചിക്കുക, നിങ്ങൾ സ്യൂട്ടിനകത്ത് എന്തിടുക? അല്ലെങ്കിൽ സ്യൂട്ട് കേസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആലോചിക്കുക. അതിനകത്ത് എന്തുണ്ട്? ക്യാമറ ഉണ്ട്, അളക്കാനുള്ള സാധനം. അപ്പൊ വ്യതിയാനങ്ങൾ അളക്കുക, ഫോട്ടോ എടുക്കുക. ഇതൊക്കെ സ്യൂട്ട് ഇട്ടിട്ടാണെന്ന് വേണമെങ്കിൽ ആലോചിക്കാം. സ്യൂട്ട് ഇട്ട് നമ്മൾ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാന്നോ അല്ലെങ്കിൽ അളക്കാൻ വരുന്ന ആളുകളോ അങ്ങനെയൊക്കെ നിങ്ങൾ കോഡാക്കി വെക്കുക. അപ്പൊ കൊറോണ സമയം വിലയെക്കുറിച്ച് ആലോചിക്കുക. അതുപോലെ സ്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, സ്യൂട്ടാണ് സൗരവികിരണങ്ങൾ അഥവാ വ്യതിയാനങ്ങളെ കുറിച്ച് അല്ലെ. അതുപോലെ സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫോട്ടോ എടുക്കാൻ നിൽക്കുക അല്ലെ. അപ്പം വികിരണങ്ങളൊന്നും ഏക്കാതെ അല്ലെ, നമ്മൾ കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും, സ്യൂട്ടൊക്കെ ഇട്ടിട്ട് അല്ലെ, സെറ്റപ്പ് ആയിട്ട്. അങ്ങനെ ആലോചിച്ചൂടെ? നല്ല അളന്ന് തിട്ടപ്പെടുത്തി നല്ല വികിരണം നേക്കാതെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കും, സ്യൂട്ട് ഇട്ടിട്ട്. സ്യൂട്ട് അവിടെ കിട്ടുമല്ലോ, സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്. അപ്പൊ അത് രണ്ടും പഠിച്ചു. നോക്കൂ, അടുത്ത രണ്ടെണ്ണം സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ അഥവാ സോളെക്സ് എന്ന് നമുക്ക് വിളിക്കാം അല്ലെ. സോളെക്സ് എക്സ് അല്ലെ, സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. രണ്ടാമത് നോക്കൂ, ഹൈ എനർജി L1 എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ്. ഹൈ എനർജി L1 എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശരിക്കും എന്ത് പറയണമെന്ന് അറിയാം നിങ്ങൾക്ക്? ഓർബിറ്റിംഗ് എന്നൊരു വാക്ക് അവിടെ ഉണ്ട്, അതിവിടെ മിസ്സായിട്ടുണ്ട്. അപ്പൊ ഞാനത് കൂടി ചേർത്ത് പറയാം. ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് പറയേണ്ടത്. അപ്പൊ ഓർബിറ്റിംഗ് എന്ന വാക്ക് ഇവിടെ മിസ്സിംഗ് ആണ്. കാരണം ഇത് ഹെലിയോസ് ഒക്കെ ചിലർ പറയാറുണ്ട്. ഹെലിയോസ് അല്ല ഇത് കേട്ടോ. ഹെൽ എന്ന് കഴിഞ്ഞിട്ട് 1 ആണ്, എന്ന് വെച്ചാൽ L1ന്റെ 1 ആണ്. അപ്പൊ Hel1OS എന്നാണ് പറയുക കേട്ടോ. Hel1OS അല്ലെങ്കിൽ ഹെലിയോസ് നമുക്ക് വേണമെങ്കിൽ വായിക്കാം അല്ലെ. വായിക്കുന്ന സമയത്ത് ഐ കൂട്ടിയിട്ട് ഹെലിയോസ് വായിക്കാം, അല്ലെങ്കിൽ സോളെക്സ്, നമുക്ക് ഇഷ്ടമുള്ള വായിക്കാം. അപ്പൊ രണ്ട് പേരുകൾ സോളെക്സും ഹെലിയോസും. ഇത് എങ്ങനെ ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സോൾമേറ്റിന്റെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ എടുക്കാറില്ലേ അല്ലേ? അല്ലെ നമ്മുടെ ഷോൾഡറിന്റെ ഹെല്ല് എന്നുള്ള എല്ലാക്കുക. നിങ്ങൾ അങ്ങനെ ആലോചിക്കുക, ഷോൾഡറിന്റെ സോൾഡറിന്റെ സോൾഡർ ആക്കുക. സോൾഡറിന്റെ ഹെല്ല് പൊട്ടിയാൽ നമ്മൾ എക്സ്റേ എടുക്കും. അപ്പൊ എന്താണ് ഈ പറയുന്ന സോളാർ ലോ എനർജി എക്സ്റേ എന്നുള്ള വാക്കാണ് സോളെക്സ്. ഹൈ എനർജി L1 എക്സ്റേ, അവിടെയും എക്സ്റേ ആണ്. അപ്പോ ഈ പറയുന്ന ഹൈ എനർജി ആണെങ്കിലും ലോ എനർജി ആണെങ്കിലും എക്സ്റേ എന്നുള്ള വാക്കുകൊണ്ടുണ്ട് സോളെക്സ് എന്നുള്ളതും. അതുപോലെ തന്നെ ഹെലിയോസ്, നമ്മൾ പറഞ്ഞ ഹെൽ, ഈ പറഞ്ഞ HEL1 ആട്ടോ. അപ്പൊ ഹെൽ എന്നുള്ള ആ ഒരു ഈ പേലോഡ്, ഈ രണ്ട് പേലോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ സൂര്യന്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കാനാണ്. സൂര്യന്റെ എക്സ്റേ കിരണങ്ങൾ. അപ്പൊ ഷോൾഡറിന്റെ എല്ല് പൊട്ടിയാൽ എക്സ്റേ എടുക്കണം. നേരത്തെ പറഞ്ഞത് സ്യൂട്ട് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക. അതുപോലെ തന്നെ വ്യതിയാനമൊന്നും ഇല്ലാണ്ട് അളക്കാണ്ട് നല്ല സെറ്റപ്പായി നിൽക്കുക. അതുപോലെ തന്നെ വില, കൊറോണ സമയത്ത് വിലയില്ല, സ്യൂട്ട് ഇട്ട് ഫോട്ടോ എടുക്കുക. ഷോൾഡറിന്റെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സ്റേ എടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും. നോക്കൂ, അപ്പൊ 4 എണ്ണായി. അഞ്ചാമത്തെ വളരെ എളുപ്പത്തിൽ പറയാം, മാഗ്നോമീറ്റർ. ആദിത്യ L1ലെ ഒരു പേലോഡ് ആണെന്ന് മാഗ്നറ്റ് അവിടെ കിട്ടും. സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ച് പഠിക്കാനാണ് മാഗ്നോമീറ്റർ. സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ 5 എണ്ണം പഠിച്ചു. ഇനി 2 എണ്ണം കൂടി ഉണ്ട്. 2 എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഒന്ന് ആസ്പെക്ട്സ് ആണ്, രണ്ടാമത് പപ്പയാണ്. പപ്പ നല്ല സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെ ആലോചിച്ച് വെക്കുക വെച്ചാല്, ഞാനൊരു കോഡ് ആദ്യം പറഞ്ഞുതരാം. ഞാൻ ആലോചിച്ച് വെച്ചാണ്. ഇപ്പൊ സ്പെക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ നമ്മളെ കണ്ണട നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ബൈക്കിലൊക്കെ പോകുമ്പോൾ നല്ല കാറ്റടിക്കുമ്പോൾ അല്ലെ, വാദങ്ങൾ എന്ന് വെച്ചാൽ സോളാർ വിൻഡ്, അതിനാണ് നമ്മൾ സോളാർ വാദങ്ങൾ എന്ന് വിളിക്കുക. അപ്പൊ നല്ല കാറ്റടിക്കുമ്പോൾ സോളാർ വിൻഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ സ്പെക്സ് ആര് വെക്കാറുണ്ട്? പപ്പ വെക്കാറുണ്ട്. അപ്പൊ എന്റെ മോൻ എന്നോട് പറയാറുണ്ട്, പപ്പ സ്പെക്സ് അല്ലെങ്കിൽ കണ്ണട വെച്ച് നമുക്ക് ചോദിക്കും, കണ്ണിൽ പ്രാണി പോയില്ല. അപ്പം പപ്പ സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന സൂര്യനിൽ നിന്ന് വരുന്ന കാറ്റ്, വിൻഡ് നമുക്ക് തടയാൻ പറ്റും എന്ന് ആലോചിക്കാം. പപ്പ സ്പെക്സ് വെച്ചാൽ സൂര്യനിൽ നിന്ന് വരുന്ന വിൻഡ്, കാറ്റ് നമുക്ക് തടയാൻ പറ്റും. അപ്പൊ സ്പെക്സ്, പപ്പ സെറ്റ് ആണ്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് അഥവാ ആസ്പെക്സ്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് പഠിച്ചോളുക, ആസ്പെക്ട്സ്. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. അപ്പൊ ഇത് പറയുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. എന്താണ് ആ പ്രശ്നം? ഈ പാക്കേജ് അനലൈസർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഈ സോളാർ വിൻഡ് പെട്ടെന്ന് കത്തില്ല. അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് സൗരവാദങ്ങളെ കുറിച്ച് പഠിക്കുക. പപ്പ എന്ന് പറയാം, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ അല്ലെ, പപ്പ എന്ന് നമുക്ക് ചുരുക്കി പറയാം. അപ്പൊ ഈ 2 എണ്ണം നിങ്ങൾ ഓർത്തു വെക്കുക. സോളാർ വിൻഡ് അഥവാ സൗരവാദങ്ങളെ കുറിച്ച് പഠിക്കലാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് കൂടാതെ മറ്റു ചില ദൗത്യങ്ങൾ കൂടിയുണ്ട്. ഈ ആസ്പെക്ട്സ് എന്ന് പറയുന്ന പേലോഡിനകത്ത് ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണത്തിന്റെ പേരാണ് സ്റ്റെപ്സ്. അപ്പൊ നോക്കൂ, സ്പെക്സിന്റെ ഉള്ളിൽ എന്തുണ്ട്? സ്റ്റെപ്പ് ഉണ്ട്. ഉണ്ടോ? വെറുതെ നോക്കിയേ, സ്റ്റെപ്പ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ആലോചിക്കാം. സ്പെക്സിനുള്ളിൽ എന്തുണ്ട്? സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ആദിത്യ എന്ന് പറയുന്ന
ആ ഒരു ദൗത്യത്തിൽ 7 പേലോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു പേലോഡ്? 7 പേലോഡ്. ഒന്ന് വെല, കൊറോണയെ കുറിച്ച്, ഒന്ന് സ്യൂട്ട്, ഒന്ന് സോളക്സ്, സോളക്സ് ആണ് ഷോൾഡർ, പിന്നെന്താണ് ഹെല്ല്, അപ്പൊ ഷോൾഡറിന്റെ ഹെല്ല്, HEL, ഹെലിയോസ് അല്ലെ, പിന്നെ ഉള്ളത് മാഗ്നറ്റോമീറ്റർ അല്ലെ, മാഗ്നറ്റോമീറ്റർ. ഇപ്പൊ നമ്മൾ പറയുന്ന ആസ്പെക്സും പപ്പയും ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റില്ലേ? പഠിക്കാൻ പറ്റും. ആ സ്പെക്സിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റെപ്പ് പഠിക്കുന്നു. സ്റ്റെപ്പ് എന്താണ്? സുപ്രാ തെർമൽ എനർജറ്റിക് പാർട്ടിക്കിൾ സ്പെക്ട്രോമീറ്റർ. ഇതിന്റെ പൂർണ്ണരൂപം സുപ്രാ തെർമൽ. നോക്കൂ, സൂപ്പർ അല്ലേ? സുപ്രാ തെർമൽ എനർജറ്റിക് പാർട്ടിക്കിൾ സ്പെക്ട്രോമീറ്റർ. ഭൂമിയിൽ നിന്നും 50,000 കിലോമീറ്റർ അകലത്തിലുള്ള സൂക്ഷ്മ കണങ്ങളെ കുറിച്ചും വൈദ്യുത ചാർജുള്ള കണികകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ആദിത്യ പേടകത്തിലെ ഉപകരണമാണ് ഈ പറയുന്ന സ്റ്റെപ്പ്. അപ്പൊ സ്റ്റെപ്പ് വെറുതെ വെച്ചാണോ വീട്ടിലേക്ക് കയറാൻ വേണ്ടി വെക്കുന്നതാണ് പറഞ്ഞ പോലെ ഇവിടെ ഭൂമിയിൽ നിന്നും 50,000 കിലോമീറ്റർ അകലെയുള്ള സൂക്ഷ്മ കണങ്ങളെ കുറിച്ചും വൈദ്യുത ചാർജുള്ള കണികകളെ കുറിച്ചും എല്ലാം പഠിക്കാൻ. അപ്പൊ സൂക്ഷ്മ ചാർജുള്ള കണങ്ങളെ കുറിച്ചും വൈദ്യുത ചാർജുള്ള കണികളെ കുറിച്ചും പഠിക്കാൻ വേണ്ടി ആദിത്യ L1 ഉപകരണമാണ് സ്റ്റെപ്പ്. ഓക്കെ, സ്റ്റെപ്സ്. ആദിത്യ L1 ഈ പറയുന്ന ആസ്പെക്സ് പേലോഡിന്റെ ഉള്ളിലാണ് സ്റ്റെപ്സ് ഉള്ളത്. അതിന്റെ ഭാഗമാണ് ഈ സ്റ്റെപ്സ്. നിർമ്മിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കണം. അഹമ്മദാബാദ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ സഹായത്തോടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ നിർമ്മിച്ച സ്റ്റെപ്സിൽ 6 സെൻസറുകളുണ്ട്. അപ്പൊ ഈ പറയുന്ന സൂക്ഷ്മ കണങ്ങളെ കുറിച്ചും വൈദ്യുത ചാർജുള്ള കണികകളെ കുറിച്ചും ഒക്കെ വിവരം ലഭിക്കണമെങ്കിൽ സ്റ്റെപ്സിനകത്ത് 6 സെൻസറുകളുണ്ട്. ഈ സെൻസറൊക്കെ ഉൾപ്പെടുന്ന ഈ സ്റ്റെപ്സ് എന്ന് പറയുന്ന ഉപകരണം നിർമ്മിച്ചത് അഹമ്മദാബാദ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ സഹായത്തോടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ കിട്ടണം. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ സെറ്റാണ് ആ മേഖല. അപ്പൊ ആദിത്യ L1 സെറ്റാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. 2024 ജനുവരി മാസം 6-ാം തീയതി ആദിത്യ L1 അവിടെ എത്തിയെന്ന് നമ്മൾ പറഞ്ഞുവെങ്കിൽ ഇവിടെ നോക്കൂ, ന്യൂ ഇയർ ദിവസം നമ്മൾ ആഘോഷിച്ചു. ഇന്ത്യയില് ശാസ്ത്ര മേഖലയില് ന്യൂ ഇയർ 2024 ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഈ വർഷം ന്യൂ ഇയർ ആഘോഷിച്ചത് ഈ ഒരു വാഹനം വിക്ഷേപിച്ചുകൊണ്ടാണ്. ഏതാണ് ആ വാഹനം? ആ വാഹനമാണ് എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ലേ, നമ്മൾ എക്സ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് എക്സ്പോസാറ്റ്. 2024 ജനുവരി മാസം 1-ാം തീയതി ഇസ്രോ വിക്ഷേപിച്ച 60ാമത് ദൗത്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ബ്ലൂ കളറൊക്കെ മാറ്റി കൊടുത്ത് കൃത്യമായിട്ട് പഠിക്കുക. ISROയുടെ 60ാമത് ദൗത്യം ഏതാണ്? ആ വാഹനം പഠിക്കുമ്പോൾ 2 കുറയ്ക്കുക. PSLV C-58 വാഹനം. PSLV C-58 60ാമത്തെ ദൗത്യം. 58 നേരത്തെ പഠിച്ചു. PSLV C-57 ആദിത്യ സെപ്റ്റംബർ മാസം 2-ാം തീയതി വിക്ഷേപിച്ചു. ഇത് 2024 ജനുവരി 1-ന് PSLV C-58 വാഹനം എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ആ ഒരു മിഷൻ, എക്സ്പോസാറ്റ് മിഷൻ, ആ മിഷൻ 2024 ജനുവരി 1 60ാമത് ദൗത്യമാണ്. അവിടെ എന്താണ് എന്റെ ചോദ്യം? നാസയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ആരാണ്? നാസയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഇസ്രോയാണെന്ന് പഠിച്ചു നോക്കുക. ISRO ആണ്. അവിടെ ശ്രദ്ധിക്കൂ മക്കളെ, ബഹിരാകാശത്തെ എക്സ്റേ സ്രോതസ്സുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ് എന്നുള്ള പേര് നിങ്ങൾക്ക് കിട്ടൂലേ, എക്സ്. അപ്പൊ ബഹിരാകാശത്തെ എക്സ്റേ സ്രോതസ്സുകളെ കുറിച്ച് പഠിക്കലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതുപോലെ 180 വാട്ട് വൈദ്യുതി ഹ്രസ്വ പരീക്ഷണാടിസ്ഥാനത്തിൽ സൃഷ്ടിച്ചു. പഠിച്ചു വെക്കണേ, ഉൽപ്പാദിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു നാസയ്ക്ക് ശേഷം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പൊ 180 വാട്ട് വൈദ്യുതി ഹ്രസ്വ പരീക്ഷണാടിസ്ഥാനത്തിൽ സൃഷ്ടിച്ചത് ഈ പറയുന്ന ഒരു മിഷൻ ആണെന്ന് പഠിച്ചു വെക്കുക. ഈ മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ ആദിത്യയെ കുറിച്ച് പഠിച്ച പോലെ ഇമ്പോർട്ടന്റ് ആയി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ മിഷൻ എക്സ്പോസാറ്റ് PSLV C-58 വാഹനം എന്നൊക്കെ പറഞ്ഞു. ആ മിഷന്റെ ഭാഗമായിട്ട് ആ മിഷൻ ഭ്രമണപഥത്തിൽ എത്തിച്ച ഒരു ഉപഗ്രഹമുണ്ട്. നോക്കൂ, എക്സ്പോസാറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ച ഒരു ഉപഗ്രഹ പേലോഡാണ്. അതിന്റെ പേരാണ് VSAT. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, VSAT. അല്ലെ, എന്താണ് കാരണം? പൂജപ്പുര, കേരളത്തിലെ പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിർമ്മിത ഉപഗ്രഹ പേലോഡാണ് VSAT. വനിതാ നിർമ്മിതമാണ്. അൾട്രാവയലറ്റ് കിരണങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ അത് കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കണം. അൾട്രാവയലറ്റ് കിരണങ്ങളെ കുറിച്ച് പഠിക്കുക, എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ എന്ത് അയച്ചത്? എക്സ്പോസാറ്റ്. അക്കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു? VSAT എന്ന് പറയുന്ന ഒരു പേലോഡ് ഉണ്ട്. ആ VSAT നിർമ്മിച്ചത് കേരളത്തിലെ പെൺകുട്ടികളാണ്. പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ്, ഒരു കൂട്ടം ആളുകളാണ്. ആ VSAT എന്തിനെ കുറിച്ച് പഠിക്കാനാണ്? അൾട്രാവയലറ്റ് കിരണങ്ങളെ കുറിച്ച് പഠിക്കാനാണ്. വുമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ്, അതിന്റെ പൂർണ്ണ രൂപം വുമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ്, VSAT. വുമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് ആണ് കേട്ടോ. W ആണ്, V എന്ന് പറയുമ്പോൾ. ഇങ്ങനെ ഈ പറയുന്ന എഞ്ചിനീയർമാർ എന്ന് വെച്ചാൽ പെൺകുട്ടികളായ പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ
അവരിത് നിർമ്മിച്ച സമയത്ത് വിസാറ്റ് അതിനൊരു നേതൃത്വം കൊടുക്കാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവരുടെ പ്രൊഫസർ ആയിരുന്ന ലിസി എബ്രഹാം. അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ വിസാറ്റിന് നേതൃത്വം കൊടുത്ത് വിസാറ്റ് നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത വനിതാ ശാസ്ത്രജ്ഞന്മാരുടെ ലീഡർ അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? പ്രൊഫസർ ലിസി എബ്രഹാം. പ്രൊഫസർ ലിസി എബ്രഹാം കൃത്യമായിട്ട് പഠിക്കണം. ലിസി എബ്രഹാം. നോക്കൂ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. ഉറപ്പായിട്ടും വരാൻ പോകുന്ന PSC പരീക്ഷകൾ ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കും. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ. 15ാമത് ധനകാര്യ കമ്മീഷൻ NK സിംഗ് ആണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ പുതുതായിട്ട് 16ാമത് ധനകാര്യ കമ്മീഷൻ വന്നിട്ടുണ്ട്. അത് അരവിന്ദ് പനഗിരിയാണ്. ആരാണ്? ഈ കാണുന്ന മനുഷ്യൻ അരവിന്ദ് പനഗിരിയാണ്. 16ാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയെ കുറിച്ച് ചോദിക്കും. നല്ലൊരു ചോദ്യമാണ്. നോക്കൂ, ആനി ജോർജ് മാത്യു ആണ്. അരവിന്ദ് പനഗിരിയ അധ്യക്ഷനായ ചെയർമാനായ 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. ആനി ജോർജ് മാത്യു പഠിക്കട്ടോ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആയി ചുമതലയേറ്റത് ആരാണ്? എസ് ശ്രീകലയാണ്. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ഈ ക്ലാസ് ഒക്കെ നിങ്ങളെ കൃത്യമായിട്ട് തന്നെ ഒരു 3-4 തവണ ഞാൻ ഓൾറെഡി എടുത്തതാണ്. ഓഫ്ലൈനിലും ഓൺലൈനും ഒക്കെ എടുത്ത് ആ സെയിം ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് തിരുത്തലുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. തെറ്റുകളും വളരെ ഉണ്ടാവില്ല എന്ന് പറയാം. കാരണം അത്രയേറെ ആളുകൾ ഇത് പരിശോധിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഞാൻ തരുന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പേ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഈ ക്ലാസ് 2025 നിങ്ങൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്ത് 1-2 മാസത്തിന് ശേഷം കാണുകയാണെങ്കിൽ കൂടിയും പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യണം. അത് ആള് മാറിയിട്ടുണ്ടോ നോക്കണം. എന്നിട്ട് തിരുത്തി പഠിക്കണം. അപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ കേരളത്തിലെ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ചില പദവിയിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ അത് മാറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആ കാര്യം മാത്രം നിങ്ങളോട് കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഞാൻ പറയില്ല, ബാക്കിയെല്ലാം നിങ്ങൾ മനസ്സിലത് ഉണ്ടാവണം. അപ്പൊ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി ചുമതലയേറ്റ എസ് ശ്രീകലയാണെന്ന് പഠിച്ചു വെക്കുക. ഫിഡയുടെ ലോക റാങ്കിങ്ങിൽ 50-ലെത്തിയ, നോക്കൂ ചെസ്സാണ്, ചെസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിഡയുടെ ലോക റാങ്കിങ്ങിൽ 50-ലെത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ. SL നാരായണൻ ചില്ലറക്കാരനല്ല പഠിക്കുക. ഫിഡയുടെ ലോക റാങ്കിങ്ങിൽ 50-ലെത്തിയ ആദ്യ മലയാളിയാണ്. ആ ഒരു ചരിത്രം അദ്ദേഹത്തിന്റെ പേരിലാണ്. ഫിഡയുടെ ലോക റാങ്കിങ്ങിൽ 50-നുള്ളിൽ എത്തിയ ആദ്യ മലയാളി SL നാരായണൻ പഠിക്കുക. സാഹിത്യ അക്കാദമി സർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാവുന്ന എവിടെയാണ്? നല്ലൊരു ചോദ്യമാണ് മക്കളെ. സാഹിത്യ അക്കാദമിയുടെ സർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാവുന്നത് തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂരാണ്. സാഹിത്യോത്സവം 2024 പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരും. സാഹിത്യ അക്കാദമി സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാവുന്നത് തൃശ്ശൂരാണ്. 2024 നടന്ന 62ാമത്, ഈ സംഖ്യ ശ്രദ്ധിക്കണം, 62ാമത്. എത്രയാണ്? 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി. 62ാമത് സ്കൂൾ കലോത്സവം നടന്നത് കൊല്ലത്താണ്. 2024 62ാമത് സ്കൂൾ കലോത്സവം നടന്നത് കൊല്ലത്താണ്. വിജയിച്ചത് കണ്ണൂരാണ്. എല്ലാവർക്കും അറിയാം, ഉറപ്പിച്ചോളുക, ഇനി തെറ്റണ്ട. കോഴിക്കോടല്ല, വിജയിച്ചത് കണ്ണൂരാണ്. 61ാമത് സ്കൂൾ കലോത്സവം നടന്നത് കോഴിക്കോടായിരുന്നു. ഓക്കെ, അത് 2023 ജനുവരിയിലാണ്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2024 62ാമത് സ്കൂൾ കലോത്സവം നടന്നത് കൊല്ലത്താണ്. വിജയിച്ചത്, കപ്പടിച്ചത് കോഴിക്കോടല്ല, കണ്ണൂരാണ്. മറന്നുപോകണ്ട. നോക്കൂ, സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം നടന്നു. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം നടന്നത് ചിറ്റൂരിലാണ്. ചിറ്റൂരിൽ എന്താണ്? ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം. അപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്താണ്, കപ്പടിച്ചത് കണ്ണൂരാണ്. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കലോത്സവം നടന്നത് ചിറ്റൂർ, പാലക്കാട്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് മുഴുവൻ കറണ്ട് അഫയേഴ്സും ഈ ഒരു ചാനലിലൂടെ നൽകും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, PSC പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമാണ് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ PDF നോട്ട് കിട്ടാൻ വേണ്ടി ടെലഗ്രാം ചാനലൊക്കെ ഫോളോ ചെയ്യുക. അവിടെ ഇരുന്നിട്ട് PDF ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.